Hello, welcome to my channel. So last class we have started a new lesson, that is chemical bonding and molecular structure. Today we are at the second part of that lesson. Already we discussed about the Lewis causal approach of bonding and all. In that we have just started about what is an electrovalent bond. ഓർമ്മയുണ്ടോ എന്താണ് electrovalent bond? So today we are going in detail of that electrovalent bond. ആ electrovalent bond അതിൻ്റെ വേറൊരു പേരാണ് ionic bond. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ionic bond അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേട്ടോ. അപ്പം എന്താണ് അയോണിക് ബോണ്ട്? അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. 2 മാർക്ക് 3 മാർക്കിന് 4 മാർക്കിന് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്ലാസ് പഠിക്കുക, ഇതിൻ്റെ നോട്ട്സും വായിച്ചാൽ നമ്മൾ ഫിനിഷ്ഡ്, ഈ അയണിക് കോമ്പൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടാ. സോ ഹൗ എൻ അയണിക് കോമ്പൗണ്ട്, വാട്ട് ഈസ് മെൻ ബൈ എ ബോണ്ട്? ഇപ്പം തന്നെ പഠിച്ചോളൂ. എ ബോണ്ട് formed by the complete transfer of electron from one atom to another atom in order to attain octet or duplet configuration. Such type of bond is known as ionic bond. ചിലപ്പോൾ നിങ്ങൾ വേറെയും ഡെഫിനിഷൻ, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പഠിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ പറയുന്ന ഈ ഒരു ഡെഫിനിഷൻ അല്ല, നിങ്ങളുടെ ടീച്ചർ വേറെ തരികയാണ് സ്കൂളിൽ നിന്ന്, അത് പഠിച്ചോളൂ. A bond formed by the complete transfer of electron from one atom, the complete transfer of valence electron from one atom to another atom in order to attain an octet or a duplet configuration. That type of, or such type of bond is known as ionic bond. Duplet configuration ഉം octet ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എങ്ങനെയാണ് ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിൻ്റെ കയ്യിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. എ എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിൻ്റെ കയ്യിൽ ഒരു വാലൻസ് എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. അതായത് അതിൻ്റെ കോൺഫിഗറേഷൻ ഇപ്പോൾ 2 8 1 എന്നാണെന്ന് വിചാരിക്കുക. സോ 1 വിൽ ബി ദി വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ആറ്റത്തിന് എന്തായിരിക്കും? അതിന് 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് ഇറ്റ് വിൽ ബി ഡൂയിങ്? ഇറ്റ് വിൽ ബി ലൂസിങ് ഇറ്റ്സ് 1 ഇലക്ട്രോൺ. ഈ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും, ഒരു ഇലക്ട്രോണിനെ അത് ലൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ലൂസിങ്. ഒരു ഇലക്ട്രോൺ, അതായത് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ആറ്റത്തിലും നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ ഏത് നമ്പറാണ് കൂടുക? പ്രോട്ടോണിൻ്റെ നമ്പർ കൂടും. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്. സോ എ വിൽ ബി ഗെറ്റിംഗ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ദിസ് അയോൺ ഇസ് നോൺ ആസ് cation. എന്ത് അയോണാണിത്? ദിസ് ഇസ് നോൺ ആസ് ദി കാറ്റയോൺ. കാറ്റുകൾ ഞാനിതിൻ്റെ കോഡൊക്കെ ഞാനിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ നോൺ ആസ് കാറ്റയോൺ. ഇനി ബി എന്ന് പറഞ്ഞൊരാളുടെ കയ്യിൽ 7 electrons are there in the outermost shell. അപ്പോൾ അതിന് octet ആവാൻ 1 more electron it is needed. So what it will do? It will accept 1 electron. ഒരു ഇലക്ട്രോൺ ഇതിൻ്റെ കൂടെ വരും. എന്നിട്ട് എന്ത് പറ്റും? ഇപ്പം ഇതിന് എത്ര ഇലക്ട്രോൺ ആവും? 8 ഇലക്ട്രോൺ. 2 4 6 8 ഇലക്ട്രോൺ ആവും അല്ലേ. അപ്പം ആദ്യം ഇതിൻ്റെ കയ്യിൽ 7 പ്രോട്ടോണും 7 ഇലക്ട്രോണും ആയിരുന്നു. സോ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. now 1 ഇലക്ട്രോൺ it gains 1 electron. What happened? പ്രോട്ടോണിനെക്കാട്ടും ഇലക്ട്രോണിൻ്റെ നമ്പർ കൂടി. സോ വാട്ട് വിൽ ബി ദ ചാർജ്? ഇറ്റ് വിൽ ബി ഹാവിങ് എ നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ആൻ ആനയോൺ. ഇതാണ് ഒരു കാറ്റയോണും ആനയോണിൻ്റെ ഫോർമേഷൻ. ഇനി നമുക്കറിയാം ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. The electrostatic force of attraction and cation between a cation and anion results in the formation of an ionic bond, or it is also known as electrovalent bond. മനസ്സിലായില്ലേ? എന്ത് ഫോഴ്സ്? അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഹൗ an electrostatic force is attract? There is a positively charged cation and negatively charged anion. There will be an electrostatic force of attraction, which is the reason for the formation of a bond, and that bond is known as ionic bond. അയോണുകൾ, അയോൺ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് സ്പീഷീസ്, അയോണുകൾ തമ്മിലുള്ള ബോണ്ടാണ് അയണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോവാലൻസി? എന്താണ് ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത്? ഇലക്ട്രോവാലൻസി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ബൈ an atom in order to form an ionic bond. The number of electrons lost
or gained by an atom in order to attain or in order to form an ionic bond. ആ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിൽ ഞാൻ പറഞ്ഞു, സോഡിയത്തിൻ്റെത് 281ഉമാണ്, ക്ലോറിൻ്റെത് 287ഉമാണ്. അപ്പോൾ സോഡിയം ഇതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു. സോ സോഡിയത്തിൻ്റെ ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത് +1 പോസിറ്റീവാണ് അല്ലേ. ക്ലോറിൻ്റെത് എന്തായിരുന്നു? -1. ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ കൊടുത്തു, എത്ര ഇലക്ട്രോൺ വാങ്ങി എന്നുള്ളത്. അപ്പോൾ ഇതാണ് സോഡിയം ക്ലോറൈഡ്. ദോസ് ഹു ഹാവ് നോട്ട് സീൻ, ദോസ് ഹു ഡോണ്ട് നോ ഹൗ ടു റൈറ്റ് ദിസ്, ജസ്റ്റ് ചെക്ക് ദ പ്രീവിയസ് വീഡിയോ. അല്ലെ ഫസ്റ്റ് പാർട്ടിൽ സോഡിയം ക്ലോറൈഡിൻ്റെ ബോണ്ട് ഫോർമേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് തന്നെ അയോണിക് കോമ്പൗണ്ട് CaF2, കാൽഷ്യം ഫ്ലൂറൈഡ്. ഹൗ കാൽഷ്യം ഫ്ലൂറൈഡ് ഇസ് ഫോമിങ് ആൻ അയോണിക് ബോണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്നത് 20ഉം ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9ഉമാണ്. പീരിയോഡിക് ടേബിളിൽ അത്യാവശ്യം എലിമെൻസിൻ്റെ അറ്റോമിക് നമ്പർ പഠിച്ചിരിക്കണം. സോ ലേൺ പീരിയോഡിക് ടേബിൾ. ഞാൻ വീണ്ടും പറയും, എനിക്ക് അങ്ങനെ പീരിയോഡിക് ടേബിൾ പ്രത്യേകിച്ച് കോഡൊന്നും പഠിപ്പിക്കാൻ അറിയത്തില്ല, ഞാനിങ്ങനെ ഗ്രൂപ്പ് വൈസ് ആണ് പഠിച്ചത്. അപ്പോൾ ബെറ്റർ ട്രൈ ടു ലേൺ ദാറ്റ്, എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യത്തിലുള്ള പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ചൊക്കെ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. സോ കാൽഷ്യം ഇസ് 20 ആൻഡ് ഫ്ലൂറിൻ ഇസ് 9. അപ്പോൾ കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2882. ഓക്കെ, കാൽഷ്യം ഇതാണ് കാൽഷ്യം. ഫ്ലൂറിൻ്റെത് 27 അല്ലേ. അപ്പം കാൽഷ്യം ഹാസ് എ ടെൻഡൻസി ടു ലൂസ് ഇറ്റ്സ് 2 ഇലക്ട്രോൺ ആൻഡ് ഫ്ലൂറിൻ ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ. അപ്പം ഞാനത് ലെവിസിൻ്റെ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുകയാണേ. കാൽഷ്യത്തിൻ്റെ ലെവിസിൻ്റെ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഫ്ലൂറിൻ ആണെങ്കിൽ 1 2 3 4 5 6 7 ഇലക്ട്രോണും ഉണ്ട്. കാൽഷ്യത്തിന് ഈ 2 ഇലക്ട്രോണിന് ഒഴിവാക്കണം. പക്ഷെ ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം മാത്രമായിട്ട് അതിന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വേറൊരു ഫ്ലൂറിൻ ആറ്റം പറയും വിഷമിക്കേണ്ട, ഞാനും കൂടെ വന്നിട്ട് ആ ഫ്ലൂറിൻ ആ ഒരു ആറ്റത്തിന് എടുത്തോളാം. അപ്പോൾ CA എന്ത് ചെയ്യും? CA അതിൻ്റെ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറിനും ഈ ഒരു ഇലക്ട്രോൺ വേറെ ഒരാൾക്കും കൂടെ കൊടുക്കും. അപ്പം കാൽഷ്യത്തിന് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ പോയി? 2 ഇലക്ട്രോൺ പോയി. 2 ഇലക്ട്രോൺ പോയ എത്ര പോസിറ്റീവ് ചാർജ് വരും? 2 പോസിറ്റീവ് ചാർജ് അല്ലേ. ഇവിടെ എത്ര ഫ്ലൂറിൻ ഉണ്ട്? 2 ഫ്ലൂറിൻ. ഓരോരോ ഫ്ലൂറിന്, ഈ ഫ്ലൂറിന് നെഗറ്റീവ്, ഈ ഫ്ലൂറിനും നെഗറ്റീവ്. അപ്പോൾ ഓരോരുത്തർക്കും -1 -1. അപ്പോൾ എന്തായി? 2 ഫ്ലൂറിനും ഓരോ -1. അപ്പോൾ എന്തായി? കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത് +2ഉം ഫ്ലൂറിൻ്റെ ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത് -1. ഒരു ഫ്ലൂറിൻ -1, ഒരു ഫ്ലൂറിൻ -1. 2 ഫ്ലൂറിനെയാണ് നമ്മളിവിടെ F2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പം -1. മനസ്സിലായോ? സോ ദ ഇലക്ട്രോവാലൻസി ഓഫ് കാൽഷ്യം ഇസ് +2 ആൻഡ് ദ ഇലക്ട്രോവാലൻസി ഓഫ് ഫ്ലൂറിൻ ഇസ് -1. ഇനി അടുത്തതെന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്. ഒക്കെ നമ്മൾ പഠിച്ച കോമ്പൗണ്ട്സാണ്. How a magnesium oxide is forming an ionic bond. മെഗ്നീഷ്യം ഓക്സൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നിങ്ങൾ മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 282. Oxygen it will be 26. So what will be the tendency of magnesium? Magnesium has a tendency to remove its 2 electrons, so it will be having 8 electrons in the outermost shell, and the oxygen will have a tendency to accept 2 electrons, so it will have 8 electrons in the valence shell. So magnesium loses its 2 electron to form when a neutral atom like magnesium loses its 2 electron. എന്ത് പറ്റും? അവിടെ എന്താ വരിക? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും സെയിം ചാർജാണ്, ഒരേ നമ്പറാണ് ഉണ്ടാവുക. അതിൽ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോണിൻ്റെ നമ്പർ കൂടും. സോ ഇറ്റ് വിൽ ബി മെഗ്നീഷ്യം 2+. Oxygen will accept that 2 electron and it will form O2-. So the compound is Mg2+ O2-. So what will be the electrovalency of magnesium? The electrovalency of magnesium is +2 and the electrovalency of oxygen is -2. അപ്പോൾ ഇതാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. എന്താണ് അയണിക് ബോണ്ട്? എന്താണ് ഇലക്ട്രോവാലൻസി? ഇതാ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ അയണിക് ബോണ്ട് ആൻഡ് ഇലക്ട്രോവാലൻസി വിത്ത് എൻ എക്സാമ്പിൾ. 2 മാർക്ക്.
അപ്പോൾ എന്താണ് അയണിക് ബോണ്ട് എഴുതണം? നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡ് എഴുതാം. സോഡിയം loses its 1 electron and it forms Na plus, and chlorine accepts 1 electron and it forms Cl minus. The electrostatic force of attraction between the positive and the negatively charged ion, a bond is formed, and that bond is known as ionic bond. The electrovalency means the number of electrons lost or gained by an atom during the formation of an ionic bond. Sodium loses its 1 electron, so the electrovalency of sodium is +1, and the chlorine accepts 1 electron in order to complete its octet, and the electrovalency of chlorine is -1. Full mark കിട്ടി. മനസ്സിലായി? ഇപ്പോൾ ഞാൻ ഓരോ പോയിന്റ് ഞാൻ പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അപ്പം നെക്സ്റ്റ്, ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ ഫോർമേഷൻ ഓഫ് അയണിക് ബോണ്ട്? അയണിക് ബോണ്ടിനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. Factors affecting the formation of ionic bond. Very important question, right? Any two factors which affect the formation of ionic bond. അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് എങ്ങനെ ചോദിക്കും എന്നുള്ളത്. സോ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? First one is ionization enthalpy, second one is electron affinity, and third one is lattice enthalpy. അപ്പം ഞാൻ മക്കളെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പം ഇതാ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറേ ടേം ഇനി നിങ്ങൾ പഠിക്കുന്ന എല്ലാ ലെസണിലും കാണും. കണ്ടോ, അയണൈസേഷൻ എന്തൽപി. ആ ലെസൺ പഠിക്കാത്തവർക്ക് ഇത് എന്താണെന്നറിയോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് ഓരോ ലെസൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. സോ വാട്ട് ഇസ് മെൻ ബൈ അയണൈസേഷൻ എന്തൽപി? ഒന്ന് റീകോൾ ചെയ്തേ. വാട്ട് ഇസ് മെൻ ബൈ അയണൈസേഷൻ എന്തൽപി? The energy, minimum amount of energy required to remove the most loosely bound electron from an isolated gaseous atom. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും കുറച്ച് എനർജി കൊടുത്താൽ എത്ര എനർജി കൊടുത്താലാണ് ഒരു ആറ്റത്തിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോവുക. ആ എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയണൈസേഷൻ എന്തൽപി അയണിക് ബോണ്ട് തമ്മിൽ എന്താ ഭയങ്കര ബന്ധമാണ്. Lesser the ionization enthalpy, greater will be the possibility of the formation of positive ion. അല്ലേ? ലെസ്സർ അയണൈസേഷൻ എനർജി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം എന്താണ്, പെട്ടെന്ന് തന്നെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഔട്ടർമോസ്റ്റിലെ ഇലക്ട്രോൺ അങ്ങ് നോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവ് അയോൺ ഫോം ചെയ്യും. അയണൈസേഷൻ എനർജി കുറവാണെങ്കിൽ നമ്മളൊരു ഇത്തിരി എനർജി കൊടുക്കേണ്ട താമസം അതെന്തെയും ഇറ്റ് വിൽ ലൂസ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ദെർബൈ ഇറ്റ് ക്യാൻ ഫോം പോസിറ്റീവ് അയൺ. പോസിറ്റീവ് അയൺ ഫോം ചെയ്ത് എന്താ? ഇഫ് നെഗറ്റീവ് അയൺ ഇസ് ദ ഇറ്റ് ക്യാൻ ഈസിലി ഫോം എ ബോണ്ട്. സോ ലെസ്സർ ദി അയണൈസേഷൻ എനർജി, ഗ്രേറ്റർ ദ പോസിബിലിറ്റി ഓഫ് ദ ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട്. നമ്മൾ ഏറ്റവും ലോ അയണൈസേഷൻ എനർജി ഉള്ളത് ആർക്കാ? ആൽക്കലി മെറ്റൽ. ആരൊക്കെ ആൽക്കലി മെറ്റൽ? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലിമെൻറ്റ്സ് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി. അതിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള സോഡിയം ക്യാൻ ഈസിലി ലൂസ് ഇറ്റ്സ് 1 ഇലക്ട്രോൺ ഇൻ ഓർഡർ ടു ഫോം എ പോസിറ്റീവ് അയൺ. നെക്സ്റ്റ് വരുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് അല്ലേ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതൊക്കെയായിരുന്നു? മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അതേപോലെ. അപ്പം ഇതാണ് ആൽക്കലൈൻ. ബട്ട് കമ്പയർഡ് ടു alkaline earth metals, alkali metals have lesser or low ionization enthalpy. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ പോസിറ്റീവ് അയോൺ ഫോം ചെയ്യുമെങ്കിലും the ionization enthalpy of alkali metals are lesser than that of alkaline earth metal. That is the reason why they can easily form ionic bond compared to alkaline earth metal. അപ്പോൾ അതിൽ പറയാനുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്സർ ദി അയണൈസേഷൻ എൻതാൽപ്പി, ഗ്രേറ്റർ ദ ചാൻസ് ഓഫ് ഫോർമേഷൻ ഓഫ്, ഗ്രേറ്റർ ദി ടെൻഡൻസി ഓഫ് ഫോർമേഷൻ ഓഫ് പോസിറ്റീവ് അയൺ, സോ the greater the possibility of formation of an ionic bond. Alkali metals are those elements which are having low ionization potential, so ionization enthalpy, so they have a greater tendency to form ionic bond compared to alkaline earth metals. മനസ്സിലായോ? ഇനി ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ദ ടെൻഡൻസി ദ എനർജി ചേഞ്ച് പ്രൊഡ്യൂസ് വെൻ എൻ ആറ്റം ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ ആയിരുന്നു എന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഗ്രേറ്റ്, അതായത് ലെസ്, അതായത് നെഗറ്റീവാണ്, അതായത് എനർജി ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലാണ്. ഒരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. ഗ്രേറ്റ്, അത് ഹയർ ദ നെഗറ്റീവ് വാല്യൂ ഫോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി എന്താ? ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. Greater the electron affinity, greater will be the formation, greater the possibility of formation of negative ion. Electron affinity കൂടുന്നതിനനുസരിച്ച് എന്താവും?
കൂടുന്നതിനനുസരിച്ച് നെഗറ്റീവ് അയോൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. നെഗറ്റീവ് അയോൺ ഫോം ചെയ്ത് എന്ത് പറ്റും? ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എ പോസിറ്റീവ് അയോൺ ആൻഡ് ദെർബൈ ഇറ്റ് വിൽ ഫോം എൻ അയോണിക് ബോണ്ട്. അപ്പം നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ നോബിൾ ഗ്യാസിന് തൊട്ട് മുന്നേയുള്ള നമ്മുടെ ഹാലോജൻസ് ഹാവ് എ ഗ്രേറ്റർ ഇലക്ട്രോൺ അഫിനിറ്റി. നമുക്കറിയാം ക്ലോറിൻ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ. ഫ്ലൂറിനെക്കാട്ടും ക്ലോറിനാണ് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. സോ ഇലക്ട്രോൺ അഫിനിറ്റി പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദ ഇലക്ട്രോൺ അഫിനിറ്റി, ഗ്രേറ്റർ ദ പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഗ്രേറ്റർ ദി പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് നെഗറ്റീവ്ലി അയോൺ മീൻസ് ഗ്രേറ്റർ ദ ടെൻഡൻസി ടു ഫോം ആൻ അയോണിക് ബോണ്ട്. ഈ രണ്ട് റിലേഷനും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കാത്ത ഒരാളാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? വാട്ട് ഈസ് ലാറ്റിസ് എൻതാൽപ്പി? നമ്മൾ പഠിക്കാത്തൊരു എൻതാൽപ്പി അല്ലേ? എൻതാൽപ്പി ആണ് എനർജി തന്നെയാണ് അല്ലേ? സോ വാട്ട് ഈസ് മെൻ ബൈ ലാറ്റിസ് എൻതാൽപ്പി മീൻസ് ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of an ionic compound separately into a positive or oppositely charged ions. That is known as lattice enthalpy. ഒന്നുമില്ല, എന്താണ്? എത്ര എനർജി? ലാറ്റിസ് എൻതാൽപ്പിൻ്റെ ഒരു എനർജിയാണ് അല്ലേ? ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഡിയം ക്ലോറൈഡ് എന്നൊരു എക്സാമ്പിൾ പറയണം, ആ ഒരു ക്രിസ്റ്റലിനെ ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി കൊടുക്കണം? അതിനെ സെപ്പറേറ്റ് ആക്കി Na+ഉം Cl- ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് എൻ അയണിക് കോമ്പൗണ്ട് സെപ്പറേറ്റ്ലി ഇൻറ്റു എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺ. ആ ഒരു എമൗണ്ട് ഓഫ് എനർജീനെയാണ് എന്ത് പറയുക? ലാറ്റിസ് എൻതാൽപ്പി. ഇപ്പം വെറുതെ പറയാട്ടോ, ഒരിക്കലും ഇതല്ലേ. ഇപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് ക്രിസ്റ്റലുമുണ്ട്, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലുണ്ട്. ഇതിന് 2040 കിലോ ജൂൾ കൊടുക്കണം. ഈ ഒരു lattice enthalpy of sodium chloride 2040. Lattice enthalpy of calcium chloride is 1040 kilojoule. ഇതിൽ ആർക്കാണ് സ്ട്രോങ് അയോണിക് ബോണ്ട്? ഇതിൽ ആരാണ് സ്ട്രോങ് അയോണിക് ബോണ്ട്? സോഡിയം ക്ലോറൈഡ് അല്ലേ? എന്തുകൊണ്ടാണ്? ഗ്രേറ്റർ ദി ലാറ്റിസ് എൻതാൽപ്പി മീൻസ് നല്ല എനർജി വേണം. അതായത് 2040 കിലോ ജൂൾ കൊടുത്താൽ മാത്രമേ സോഡിയം ക്ലോറൈഡ് ബ്രേക്ക് ആയിട്ട് സോഡിയം പ്ലസ് Cl- ആവുള്ളൂ. കാൽഷ്യം ക്ലോറൈഡ് ഒരു 1040 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ്. ജസ്റ്റ് എക്സാമ്പിൾ ആണ്, ഇതൊന്നും അല്ല ഒരു ലാറ്റിസ് എൻതാൽപ്പി. സോ lattice enthalpy means the amount of energy or the amount of energy required to separate 1 mole of an ionic bond into separate ions. ആ ഒരു എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദി ലാറ്റിസ് എൻതാൽപ്പി സ്റ്റേബിൾ, ദ അയണിക് കോമ്പൗണ്ട് വിൽ ബി ദ മോസ്റ്റ് സ്റ്റേബിൾ. നല്ല ലാറ്റിസ് എനർജി വേണം എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അയണിക് കോമ്പൗണ്ട് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ലാറ്റിസ് എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യും, മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ 2 factors. വൺ ഇസ് ദി ചാർജ് ഓഫ് ദി അയോൺ. ഒന്നെന്താണ്? ചാർജ് ഓഫ് ദി അയോൺസ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ സൈസ് ഓഫ് ദി അയോൺസ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല, പക്ഷേ അതൊക്കെ അവിടെ എവിടെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും കേട്ടോ, നിങ്ങളതൊന്ന് പഠിച്ചേക്കണേ. അപ്പോൾ സിമ്പിളായിരിക്കും നിങ്ങൾക്ക്. So what are the 2 factors on which lattice enthalpy depends? One is charge of the ion. Greater the charge of the ion, stronger will be the bond. So higher will be, we have to provide the lattice, and higher will be the lattice enthalpy. അതായത് ഹൈ പോസിറ്റീവ്, അതായത് ചാർജ് ഓഫ് ദി അയൺ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? അവരെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? വി ഹാവ് ടു പ്രൊവൈഡ് ഹൈ ലാറ്റിസ് എൻതാൽപ്പി. സോ ഗ്രേറ്റർ ദി ചാർജ് ഓഫ് ദ അയൺ, ദ സ്റ്റേബിൾ വിൽ ബി ദി അയണിക് കോമ്പൗണ്ട്. സോ ഹൈ ലാറ്റിസ് എനർജി ഹാസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു ബ്രേക്ക് ദാറ്റ് 1 mole ഓഫ് എൻ അയണിക് കോമ്പൗണ്ട്. സൈസ് ഓഫ് ദി അയൺ, ഗ്രേറ്റർ ദി സൈസ് ഓഫ് ദി അയോൺ എന്ത് പറ്റും? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ എന്ത് പറ്റും? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിൽ ബി ലെസ്. ദെർബൈ എന്ത് പറ്റും? Lattice energy, lattice enthalpy will be very less for these type of ionic compound. But if the size is small for the ions, the nuclear distance will be very less, so there will be a strong force of attraction, so the lattice enthalpy should be very high. അതായത് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഹൈ എമൗണ്ട് ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് അയണൈസേഷൻ, അയണിക് ബോണ്ടിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്? വൺ ഇസ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ, സെക്കൻഡ് വൺ ഇസ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി പറഞ്ഞാൽ ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് നമ്മൾ എന്ത് പറയുക?
ഇലക്ട്രോൺ എഫിനിറ്റി എന്ന് പറയുന്നത് അല്ലേ, ഹൈ നെഗറ്റീവ് വാല്യൂ. ഇതൊക്കെ നിങ്ങൾ ആ പീരിയോഡിക് ടേബിളിൻ്റെ ലെസൺ തറവാക്കി, ഇതൊക്കെ ഈസിയാണ്. ദെൻ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു, അതിന് 2 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത്രയുമാണ് അയണിക് ബോണ്ടിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ്. ഇനി എന്തൊക്കെയാണ് ഈ അയണിക് ബോണ്ട്, അതായത് അയണിക് ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിൻ്റെ സ്പെഷ്യാലിറ്റി, വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിങ് ആൻ അയണിക് ബോണ്ട്, അവർക്ക് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇസ് കോൾഡ് ആസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ്. എന്തൊക്കെയാണ് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, യൂഷ്വലി ഓർ ജനറലി വി ക്യാൻ സേ ദ അയണിക് കോമ്പൗണ്ട്സ് ആർ ക്രിസ്റ്റലൈൻ. അവർ ക്രിസ്റ്റലൈൻ നേച്ചറിലാണ് അവർ എപ്പോഴും നമ്മൾ കാണുക. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ്, ഇവരൊക്കെ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ്സിലാണ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ജനറലി കാണാറുള്ളത്. ഇനി വാട്ട് അബൌട്ട് ദിയർ മെൽറ്റിംഗ് പോയിന്റ്, ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ദേ ഹാവ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് എ ഹൈ ബോയിലിംഗ് പോയിന്റ്. അതായത് അവരെ ബോയിൽ ചെയ്യാനോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാനോ ഹൈ ടെമ്പറേച്ചർ വേണം. സോളിബിലിറ്റി, അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സോളിബിൾ ഇൻ പോളാർ സോൾവെൻറ്റ്സ് ലൈക്ക് വാട്ടർ പോലെയുള്ള പോളാർ ആയിട്ടുള്ള, അതായത് ചാർജ്ഡ് ആയിട്ടുള്ള പോളാർ സോൾവെൻറ്റ്സിൽ ദേ ആർ സോളിബിൾ, ബട്ട് ദേ ആർ ഇൻസോളിബിൾ ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ് ലൈക്ക് കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ, ഇതേപോലെ നോൺ പോളാർ സോൾവെൻറ്റ്സിൽ ഇവർ സോളിബിൾ അല്ല. So solubility, ionic compounds are soluble in polar solvents like water and all, and insoluble in organic solvents like carbon tetrachloride, benzene പോലത്തെ സൊല്യൂഷനിൽ they are soluble അല്ല. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇത് നിങ്ങൾ നിങ്ങളുടെ 10th പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോളിസിസിലെ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അവരെന്താ, that is they can conduct either in their molten state അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഫ്യൂസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇവർ ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ. സോ ദീസ് അയോണിക് കോമ്പൗണ്ട്സ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഐദർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ ദ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. അല്ലാതെ അവർ സോളിഡ് സ്റ്റേറ്റിൽ അവർ കണ്ടക്ട് ചെയ്യില്ല. എന്തുകൊണ്ട് അവർ ഈ അയോണിക് കോമ്പൗണ്ട്സ് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്തത്? ബിക്കോസ് നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ്, ബട്ട് വെൻ ദേ ആർ ഡിസോൾവ്ഡ് ഓർ മോൾട്ടൺ എന്ന് പറഞ്ഞാൽ അവർ ഉരുകുക, അവരൊന്ന് അവരുടെ ഉരുകിയ അവസ്ഥയാകുമ്പം they can easily conduct because the ions can move. So electrical conductivity, ionic compounds can conduct electricity in their solution when they are dissolved in a solution or in the molten state. ഇനി അയോണിക് റിയാക്ഷൻസ്, അയോണിക് കോമ്പൗണ്ട്സിൻ്റെ അയോണിക് റിയാക്ഷൻസ് പറയുമ്പോൾ അയോണിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് ദേ വിൽ റിയാക്ട് വിത്ത് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. അപ്പം അയോണിക് കോമ്പൗണ്ട്സ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറിയിട്ട് ദേ വിൽ റിയാക്ട് വിത്ത് അതർ ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ അയോണിക് കോമ്പൗണ്ട് NO3 സിൽവർ നൈട്രേറ്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Na+Cl- Ag+ NO3- ആണ്. ഇവരെന്ത് ചെയ്യും? NaNO3 + AgCl. കണ്ടോ, ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ഈ പോസിറ്റീവും ഈ നെഗറ്റീവും പെട്ടെന്ന് കമ്പൈൻ ചെയ്ത് ദേ വിൽ ബി ഫോമിങ് NaNO3 and AgCl. So ionic compounds produce ions in the solution and gives very fast reaction with oppositely charged ions. മനസ്സിലായപ്പോൾ ഇത്രയുമാണ് നമുക്ക് അയണിക് കോമ്പൗണ്ട്സിനെ പറ്റി പറയാനുള്ളത്. എന്താണ് അയണിക് കോമ്പൗണ്ട്, എന്താണ് ഇലക്ട്രോവാലൻ്റ് എന്ന് പറഞ്ഞാൽ അയണിക് ബോണ്ട് തന്നെയാണ്. എന്താണ് ഇലക്ട്രോവാലൻസി, ഹൗ ആൻ അയണിക് കോമ്പൗണ്ട് ഇസ് ഫോം, ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണിക് കോമ്പൗണ്ട് ആൻഡ് വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയണിക് കോമ്പൗണ്ട്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചില്ല. ക്വസ്റ്റ്യൻ വരാം, റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക് എനി ടു ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് ionic bond, how ionization enthalpy affect the formation of ionic compound. കണ്ടോ, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. or how lattice energy or how ionic bond depends upon the lattice energy. പിന്നെ അല്ലെങ്കിൽ ലാറ്റിസ് എനർജി തന്നിട്ട് ചോദിക്കാം. പിന്നെ അയണിക് റിയാക്ഷൻ, ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോവലന്റ് കോമ്പൗണ്ടിനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പം അപ് ടു ഡേറ്റ് ആവാം, കാര്യങ്ങൾ പഠിക്കുക, ഡൗട്ട് ഉള്ളതൊക്കെ കമൻസിലിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.